ഷിംല ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജിൽ രോഗിയെ മർദ്ദിച്ച ഡോക്ടർക്കെതിരെ നടപടി. ഡോക്ടർ രാഘവ് നരൂലയെ സസ്പെൻഡ് ചെയ്തു. രോഗിയുടെ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിലുണ്ടായ തർക്കമാണ് കയ്യേറ്റത്തിലേക്ക് എത്തിയതെന്ന് ആശുപത്രി സൂപ്രണ്ട്. സംഭവത്തിൽ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് വയറുവേദനയുമായാണ് രോഗി ആശുപത്രിയിലെത്തിയത്. ഇയാളെ തുടർന്ന് എൻഡോസ്കോപ്പിക്ക് വിധേയമാക്കുകയായിരുന്നു. ഈ എൻഡോസ്കോപ്പിക്ക് വിധേയമാക്കുന്നതിനിടയിൽ രോഗിയും ഡോക്ടറും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്നാണ് ഈ രാഘവ് നരൂല എന്ന് പറയുന്ന ഡോക്ടർ ഈ രോഗിയെ മർദ്ദിക്കുന്നത്. ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വൈറലായിട്ടുണ്ട്. വളരെ ക്രൂരമായാണ് ഈ രോഗിയെ ഈ ഡോക്ടർ മർദ്ദിക്കുന്നത്. രോഗി ബെഡിൽ കിടക്കുന്നത് കാണാം. ഡോക്ടർ വളരെ ക്രൂരമായി ഇയാളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. തുടർന്നാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്ക് കടന്നത്. ഏതായാലും പ്രാഥമിക നടപടി എന്ന് വണ്ണം ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഈ ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ വളരെ വൈറലായ ദൃശ്യമാണ് ഈ ഡോക്ടർ രോഗിയെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം എത്ര ഭയാനകമായിട്ടാണ്, എത്ര ക്രൂരമായിട്ടാണ് ആ രോഗിയെ ഡോക്ടർ മർദ്ദിക്കുന്നതെന്ന്. ഏതായാലും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. രോഹിണി, ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.